അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോ ഒരു സ്ത്രീ കുളിക്കുന്നുണ്ടായിരുന്നു. റസൂലുള്ളാഹിക്ക് ഖിദ്മത്ത് എടുക്കുന്ന സഹാബിയാണ്. കുളിക്കുന്ന പെണ്ണിനെ ഒന്നങ്ങ് നോക്കിപ്പോയി. പാടില്ലാത്ത പണിയാണ് ചെയ്തത്. പക്ഷേ മഹാനവറുകൾ അത് ആഘോഷിച്ചില്ല, അത് പത്രത്തിൽ കൊടുത്തില്ല, നാണക്കേടായി പോയി. ഒരു പെണ്ണിനെ നോക്കിപ്പോയല്ലോ, അല്ലാഹ് ഖേദിച്ച് മടങ്ങി കരഞ്ഞു. പക്ഷേ അല്ലാഹുവിന്റെ റസൂലിന്റെ സദസ്സിലേക്ക് പോകാൻ ധൈര്യമില്ല. ഇറങ്ങി ഒരൊറ്റ നടത്തം നേരെ നടന്നൊരു പർവ്വതത്തിന്റെ മേലെ അങ്ങ് കയറിപ്പോയി. അബ്ദുറഹ്മാൻ പിന്നെ ഇങ്ങോട്ട് വന്നില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖം കാണാൻ ധൈര്യം പോരാ. ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം 14ഓളം ദിവസം കഴിഞ്ഞപ്പോ വന്നിട്ട് പറഞ്ഞു, നബിയേ, 2 ആഴ്ചയോളമായി സഅലബത്ത് സദസ്സിലില്ലല്ലോ. സഅലബത്തതാ മലയിടുക്കിലുണ്ട്, വിളിപ്പിക്കണം നബിയേ. സഅലബത്തിനെ വിളിക്കാൻ ഉമർ ഇബ്നുൽ ഖത്താബിനെയും സൽമാൻ ഇബ്നുൽ ഫാരിസി തങ്ങളെയും പറഞ്ഞേച്ചു. രണ്ടാളും ചെന്ന് നോക്കുമ്പോ മലയുടെ ഭാഗത്ത് ദുഫാഫത്ത് എന്നൊരു ചെറുപ്പക്കാരൻ നാട്ടിനെ മേക്കുന്നുണ്ട്. ദുഫാഫത്തെ, നിങ്ങൾ സഅലബത്തിനെ കണ്ടോ? ആരാണ് നിങ്ങൾ ഉദ്ദേശിച്ചത്? നിങ്ങൾ ആരെയാ ഉദ്ദേശിച്ചത്? ജഹന്നമാകുന്ന നരകത്തിൽ നിന്ന് ഓടിപ്പായുന്നൊരു ചെറുപ്പക്കാരനുണ്ട്, അയാളാണോ? നിങ്ങളെ പറഞ്ഞ ആള് തന്നെയായിരിക്കും. എന്തേ നിങ്ങളങ്ങനെ പറയാൻ കാരണം? പർവ്വതത്തിന്റെ മേലെ നിന്ന് ദിവസേന രാത്രി പുറത്തിറങ്ങി വന്നിട്ട് കയ്യും തലയിൽ വെച്ച് അല്ലാഹുവിനോട് പൊട്ടിക്കരഞ്ഞ് നിലവിളിക്കുന്നൊരു ചെറുപ്പക്കാരനുണ്ട്. അല്ലാഹ്, അതിന്റെ കോടതിയുടെ അവസ്ഥ എന്താണ്? അവിടെ നീ എന്നെ കുറവാക്കല്ലേ അല്ലാഹ്. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞു, അദ്ദേഹത്തെ കണ്ടാൽ വിവരം തരാം. സുബ്ഹാനല്ലാഹ്, പാതിരക്ക് അല്ലാഹുവിനോട് കരയാൻ വന്നു സഅലബത്ത്. ഉമർ ഇബ്നുൽ ഖത്താബിന് ദുഫാഫത്ത് വിവരം അറിയിച്ചു. ചുരുക്കി പറയട്ടെ, സമീപത്ത് എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ, ഞാൻ ഉമറാണ്, റസൂലുള്ളാഹി നിന്നെ വിളിക്കുന്നു സഅലബത്തെ. പറയുമ്പോ ചോദ്യം, അലിമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിദംബി, എന്റെ പാപം റസൂലുള്ളാഹി അറിഞ്ഞുപോയോ? വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാം, പക്ഷേ അവിടുത്തെ മുഖം കാണാൻ, നേരെ വന്ന് ഫേസ് ചെയ്യാൻ എന്നെ കൊണ്ട് കഴിയൂല. അതുകൊണ്ട് നിസ്കരിക്കുന്ന സമയത്ത് എന്നെ നിങ്ങളങ്ങ് കൊണ്ടുപോയിക്കോളൂ. നിസ്കാര സമയത്ത് തന്നെ അതാ മഹാനായ സഅലബത്തിനെ കൂട്ടി ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പള്ളിയിലേക്ക് കടന്നു. നിസ്കാരത്തിൽ ഖുർആൻ ഓതുന്നത് കേട്ടപ്പോ സഅലബത്ത് ബോധം കെട്ടങ്ങ് വീണു. നിസ്കാരം കഴിഞ്ഞു, ഉമറേ, സഅലബത്ത് എവിടെ? അതാ നബിയെ, ബോധം കെട്ട് കിടക്കുന്നു, ഖുർആൻ കേട്ട് ബോധം കെട്ടതാണ്. നേരെ ചെന്ന് സഅലബത്തിന്റെ സമീപത്ത് നിന്ന് സഅലബത്തിനെ വിളിക്കുമ്പോ, എന്താണ് സഅലബത്തെ നിന്നെ എന്നിൽ നിന്ന് കാണാതെയായത്? അപ്പൊ മറുപടി, ദമ്പി, എന്റെ പാപമാണ് നബിയേ, എന്റെ പാപമാണ് നബിയേ. സഅലബത്തെ, നീ ശരിക്കാത്മാർത്ഥമായി ഖുർആനിലുള്ള ദുആ നടത്തു. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബേ, ഞങ്ങളെ റബ്ബേ, എനിക്ക് ദുനിയാവിലും ആഖിറത്തിലും നന്മ തരണം, അദാബുന്നാർ, നരകശിക്ഷ കാക്കണം. അല്ലാഹ്, നീ അത് പറഞ്ഞോ, അല്ലാഹുവിന്റെ കലാം നീ അത് പറഞ്ഞോ. സഅലബത്തെ, അല്ലാഹ് പുറത്തു തരും നബിയേ. എന്റെ ദോഷം അതിനേക്കാളൊക്കെ വലിയ ദോഷമാ നബിയേ. അല്ല സഅലബത്തെ, കലാമുല്ലാഹി അഅ്ലമു, അല്ലാഹുവിന്റെ കലാം അതിനേക്കാൾ വലുതാണ്. സഅലബത്തെ, നീ വീട്ടിൽ പോയിക്കോ. സഅലബത്ത് വീട്ടിലേക്ക് പോയി. പനി പിടിച്ചു, രോഗം പിടിച്ചു. ചിന്ത എന്താണ്? ജീവിതത്തിൽ ഒരു അന്യപെണ്ണിനെ നോക്കിപ്പോയ ആ ഒരു തെറ്റിന്റെ തൗബയുടെ ചിന്ത, ഖൽബ് നിറയെ ചിന്ത. രോഗം പിടിച്ചുപോയി. സൽമാൻ റളിയല്ലാഹു അൻഹു നബി തങ്ങളോട് പറഞ്ഞു, സഅലബത്തിന് സുഖമില്ല നബിയെ, കാണാൻ അല്ലാഹുവിന്റെ റസൂല് വീട്ടിലേക്ക് ചെന്നു. നേരെ ചെന്നിട്ട് സഅലബത്തിന്റെ തലയെടുത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ മടിയിലങ്ങ് വെച്ചപ്പോ സഅലബത്ത് തലയങ്ങ് വലിച്ചു കളഞ്ഞു. എന്തേ സഅലബത്തെ എന്റെ മടിയിൽ നിന്ന് തല വലിച്ചു കളഞ്ഞത്? നബിയേ, ബൽആനും മിനദ്ദുനൂബ്, എന്റെ തല പാപങ്ങളെ കൊണ്ട്, തെറ്റുകളെ കൊണ്ട് നിറഞ്ഞ തലയാണ് നബിയേ. തെറ്റുകൊണ്ട് നിറഞ്ഞ തലയാണ്. അത് അവിടുത്തെ ശറഫാക്കപ്പെട്ട മടിയിൽ വെക്കാൻ കൊള്ളാത്ത, ഒന്നിനും കൊള്ളാത്ത തലയാണ് നബിയേ.
സഅലബത്തെ നിനക്കെന്താ പ്രശ്നം? നബിയേ, എന്റെ തോലിന്റെയും എല്ലിന്റെയും ഇടക്കെന്തോ ഉറുമ്പിരിയുന്നത് പോലെ വേദന. നിനക്കെന്താണ് സഅലബത്തെ വേണ്ടത്? മഗ്ഫിറത്തു റബ്ബി, എന്റെ റബ്ബെന്നെനിക്ക് മാപ്പ് ചെയ്ത് കിട്ടണം, എന്റെ റബ്ബെന്നെനിക്ക് മാപ്പ് ചെയ്ത് കിട്ടണം. അല്ലാഹു നിനക്ക് മാപ്പ് ചെയ്തു തന്നു കഴിഞ്ഞു സഅലബത്തെ. കേൾക്കുന്ന സമയത്ത് സഅലബത്ത് മറിഞ്ഞങ്ങ് വീണു, അവിടെ തന്നെ മരണപ്പെട്ടു. മയ്യിത്ത് സംസ്കരണ പ്രവർത്തനങ്ങളിൽ മുഴുവനും പങ്കെടുത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് തിരിച്ചു വരുമ്പോ സഹാബത്തിന്റെ ചോദ്യം, നബിയെ, സഅലബത്തിന്റെ മയ്യിത്ത് കൊണ്ടുപോകുമ്പോ അവിടുത്തെ കാലിൽ നിന്ന് വിരൽ കുത്തി നടക്കാൻ കാരണം എന്താണ് നബിയേ? ഓ സഹാബികളെ, ലികസ്റതി മൻ ശയ്യഹു മിനൽ മലായിക, സഅലബത്തിന്റെ മയ്യിത്ത് സംസ്കരണത്തിന് ഇറങ്ങിയ മലക്കുകളുടെ വർദ്ധനവ് കൊണ്ട് എനിക്ക് കാല് വെക്കാൻ സ്ഥലം കിട്ടിയില്ല സഹാബികളെ. തെറ്റുകളിൽ തൗബ ചെയ്ത് ഖേദം പ്രകടിപ്പിച്ച് റബ്ബിലേക്ക് മടങ്ങിക്കൊണ്ട് 9 വിശേഷണമല്ലേ ഖുർആൻ പറഞ്ഞത്? ആ 9 വിശേഷണങ്ങളിൽ അവസാനത്തെ വിശേഷണം അൽ ഹാഫിദൂന ലിഹുദൂദില്ലാഹ്,